ഈടായിട്ട് വീഡിയോസൊക്കെ കുറഞ്ഞ് വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു കമൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ. സത്യമാണ്, ചെറിയ രീതിക്ക് ഒരു മടി വരണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ. പക്ഷെ ആ മടിയൊക്കെ മാറ്റൂട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് പട്ടാമ്പിക്കാണ്, നീള ഹോസ്പിറ്റലിലേക്ക് ഇട്ടാ. വേറെ ഒന്നല്ല, വിൻഷേട്ടനെ നമ്മളവിടെ ബാക്ക് പെയിന് കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞാൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ പോണ വഴിക്ക് ഇത് ഇടയ്ക്ക് വെച്ചിട്ട് നല്ല മഴ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളിത് എവിടെയോ പട്ടാമ്പി എത്തനേക്കാൾ മുന്നേ നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് കയറി നിന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം അവിടെ പോസ്റ്റ് ആടുന്നു കേട്ടോ, കാരണം നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതേ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മളൊന്ന് കുറഞ്ഞപ്പോൾ അതേ പോയി കേട്ടോ. അപ്പോൾ അതേ പട്ടാമ്പി പാലാട്ട കാണേണ്ടത്, നല്ല കാറ്റും നല്ലൊരു പ്രത്യേകത ക്ലൈമറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഹെൽമെറ്റൊക്കെ ഒരു കൈ പിടിച്ചിട്ട് ഇതേ സുഖമായിട്ട് ഇങ്ങനെ നോക്കുക. നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റ്, തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. പിന്നെ ടോക്കണും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് വിൻഷേട്ടൻ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഡോക്ടറിനെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ചിരിക്കണത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, വിൻഷേട്ടന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു, എല്ലാം ഓക്കെ ആയിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോണത് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാനാണ്, കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിൻഷേട്ടൻ എക്സസൈസിൽ മുന്നിൽ നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ട് ഇത് നേരെ പോയത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് ജിത്തുട്ടേട്ടനും, അതായത് വിൻഷേട്ടൻ മുന്നേ വർക്ക് ചെയ്തിരുന്നില്ല അവിടുത്തെ ഓഫീസിലേക്ക് ആട്ടോ പോയത്, അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ജിത്തുട്ടേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ പ്രജയചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രജയചേട്ടൻ ഓൾറെഡി നമുക്ക് ടോക്കണൊക്കെ അവിടെ എടുത്ത് വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ചെന്നിട്ട് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചെന്നിട്ട് നമ്മൾ നേരെ ഡോക്ടറെ കാണാൻ കയറിയിരുന്നു. ഇവിടെ ഭയങ്കര സെറ്റപ്പാട്ടോ. ഞങ്ങൾ ഫസ്റ്റത്തെ ഡോറ് കണ്ടപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു, പക്ഷെ ബാക്കിലേക്കൊക്കെ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതേ നമ്മളെ ചെക്ക് ചെയ്യായിരിക്കുമല്ലോ നമ്മുടെ പല്ലിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എൻ്റെ പല്ലിന് നടുക്ക് ചെറുതായി ഗ്യാപ്പ് വരുന്നുണ്ട്, കാരണം ഞാൻ യൂസ് ചെയ്തിരുന്ന ക്ലിപ്പ് പൊട്ടി. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ക്ലിപ്പ് എന്തായാലും ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ പല്ലിൻ്റെ. അപ്പോൾ അതിനാണ് ഈ മാലയും കമ്മലും മൂക്കുത്തിയും എല്ലാം അത് ഉരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിന്ന് ഊരുന്നുണ്ട്. എനിക്കാണെങ്കിൽ മാല ഇങ്ങോട്ട് ഊരാൻ കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഊരി നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തു കേട്ടോ. എക്സ്റേ എടുത്തിട്ട് നമ്മൾ നേരെ ഡോക്ടർക്ക് അത് കൊണ്ട് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതവിടെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. നല്ല അടിപൊളി നാടൻ സദ്യ കഴിക്കാനാണ് പോയത്. പക്ഷേ ഞാൻ ഫസ്റ്റ് മീൻകറി പറഞ്ഞു കേട്ടോ ചോറിലേക്ക്. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് ചോറും മീൻകറിയും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സാമ്പാർ പറഞ്ഞു കേട്ടോ. എനിക്ക് സാമ്പാറാണ് സദ്യയിലേക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കണത്. പക്ഷേ പോണ വഴിക്ക് നമ്മൾ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, തേജപ്പന് കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടി വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.